ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനൊരു ലിപ്സ്റ്റിക് പ്രേമിയാണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ കുറേ ലിപ്സ്റ്റിക്സ് ഉണ്ട്. ഞാൻ അത്യാവശ്യം ലിപ്സ്റ്റിക് വാങ്ങിക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 അബവ് ഞാൻ അങ്ങനെ പോകാറില്ല. ഞാൻ ബിലോ 1000 റേഞ്ചിൽ വരുന്ന നല്ല റിവ്യൂസുള്ള, കൂടുതലും റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാറ്. അപ്പോൾ അങ്ങനെ ഒരു അതായത് ഞാൻ കൂടുതലും മാറ്റ് ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ലിക്വിഡ് ലിപ്സ്റ്റിക് അങ്ങനത്തെയാണ് കൂടുതൽ യൂസ് ചെയ്തിട്ട്. ലിപ് ബാം അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കൊരു ലിപ് ബാം യൂസ് ചെയ്യണമെന്നൊരാഗ്രഹം. അങ്ങനെ ഞാനൊരു കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു ലിപ് ബാം ഞാൻ നൈക്കിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. സിംപ്ലി നാമിൻ്റെ ലിപ് ബാമാണ്. നമുക്കൊന്ന് ജസ്റ്റ്, ഞാനിപ്പോൾ ഓൾറെഡി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഇട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഇത് ആക്ച്വലി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഞാൻ ആക്ച്വലി ഇട്ടു കേട്ടോ. ഞാൻ ആക്ച്വലി ഇട്ട ലിപ്സ്റ്റിക്കിൻ്റെ മുകളിലാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടോ? കുഴപ്പമില്ല. പക്ഷേ എനിക്കൊരു ഞാൻ ഈ ബാം സ്റ്റിക്ക് ഇങ്ങനത്തെ ടൈപ്പ് യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കൊരു അൺകംഫർട്ടബിൾ ഉണ്ട്. പക്ഷെ അത് ചിലപ്പോൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് റെഡി ആവുമായിരിക്കും. എന്ന് വെച്ചാൽ സ്റ്റിക്കി ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഫീലുണ്ട്. പക്ഷേ കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇനി ജസ്റ്റ് ലൈനർ മാത്രം യൂസ് ചെയ്തിട്ട് ഇത് ഇട്ട് നോക്കണം. അപ്പോഴതിൻ്റെ ഇതറിയാൻ പറ്റും. അപ്പം ഇതിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ഷെയ്ഡ് അറിയണമെങ്കിലും കമൻറ്റ് ചെയ്യും കേട്ടോ. നമുക്കിനി ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ മായ്ച്ചു കളഞ്ഞു. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് നോക്കാം. ഇതിൻ്റെ ഒറിജിനൽ എന്താണെന്നുള്ളത് കാണാനല്ലോ, എങ്ങനെയാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നതെന്നുള്ളത്. ചുമ്മാ ഞാൻ മറ്റേ ലിപ്സ്റ്റിക്കിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് ഇട്ട് നോക്കട്ടെ. ഇതാട്ടോ ഷെയ്ഡ്. മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നി. വിത്തൗട്ട് ലിപ്സ്റ്റിക് കേട്ടോ.